യൂട്യൂബിൽ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വരുത്തുപോക എന്ന ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ ആൻഡ് ആർട്ടിസ്റ്റുകളാണ് കൂടെ ഉള്ളത്. വരുത്തുപോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് ബേസിക്കലി ഈ ഒരു 180 seconds തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ഒരാൾ മരിച്ചാൽ ആളുടെ ബ്രെയിൻ അഫ്കോഴ്സ് ഇതൊരു കാറിൻ്റെ അകത്ത് മാത്രം ഇരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. 2 ക്യാരക്ടറും ഒരു കാറും മാത്രം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എനിക്ക് ഷോട്ടുകൾ വെക്കാൻ കുറേ പരിമിതികളുണ്ട്. ഒരു കാറിൻ്റെ അകത്ത് വെക്കുന്ന ഷോട്ട് എന്നാൽ 26 മിനിറ്റ് പ്രേക്ഷകൻ എൻഗേജിങ് ആയി എത്തും. ചോദിക്കും അടുത്ത ഏതാ ഷോട്ട് ഇമോഷൻ ഇതാണ് അങ്ങനെ അഭിനയിക്കുന്നത്, അല്ലാണ്ട് എടുത്തു പോവുകയല്ല ചെയ്തേക്കണേ. അപ്പൊ അത് ഭയങ്കര ഒരു ലേണിംഗ് ആയിരുന്നു നമ്മൾ ആക്ടേഴ്സിന്. റിഹേഴ്സൽസ് ഓൾസോ ഹി മേഡ് us do at night so that അന്നത്തെ ദിവസം അത്രയും ലോങ് അവേഴ്സ് ഞങ്ങൾക്ക് ഉറക്കം വരരുത്, പെർഫോമൻസ് when he said right on ഒരുപാട് എവിടേക്കോ കണ്ടുപോയിട്ടുള്ള ഫേസ് ആണ് അത്. കുറേ നാളായിട്ട് ഈ ആക്ടിങ് ഇതിൽ തന്നെ നിൽക്കുന്ന ആൾ തന്നെയാണോ? കുറച്ച് നാളായിട്ട് ഇതിന്റെ പുറകെയാണ്. ഒരു 2018 തൊട്ട് ജോബെല്ലാം കളഞ്ഞിട്ട് ഇതിന്റെ പുറകെയാണ്. എങ്ങനെ ഒരു മൂവിയുടേതായിട്ടുള്ള കുറെ എലിമെന്റുകൾ എന്നെ പഠിപ്പിച്ചത് വരുത്തുപോക്കാം. നാളെ ഒരു മൂവി ചെയ്യുമ്പോൾ അതിൽ നിന്നും പഠിച്ച് മറ്റൊരു മൂവി എന്നുള്ള എല്ലാം ലേണിങ്ങും അൺലേണിങ്ങും ആണ് സിനിമ എന്നെ സംബന്ധിച്ച്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. യൂട്യൂബിൽ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വരുത്തുപോക എന്ന ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ ആൻഡ് ആർട്ടിസ്റ്റുകളാണ് കൂടെ ഉള്ളത്. ജിത്തു കൃഷ്ണൻ, പ്രീതി കൃഷ്ണൻ, അമൽ കെ ഉദയ്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. സോ ഇപ്പം ഇറങ്ങിയപ്പം കുറച്ച് നാളായി. ഭയങ്കര ഞാനിപ്പോൾ വളരെ ഒരു 2 days മുന്നെയാണ് ഞാൻ കണ്ടത്. എല്ലാവരും എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഷോർട്ട് ഫിലിം കണ്ടിരുന്നോ എന്നൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ 1-2 ഷോർട്സ് കണ്ടപ്പോൾ എനിക്ക് രാത്രി കാണാനായിട്ട് കുറച്ച് പേടിയായിരുന്നു. ഒറ്റയ്ക്ക് കിടക്കുന്ന പറഞ്ഞാൽ രാത്രി കാണാനായിട്ട് കുറച്ച് പേടി. പക്ഷെ 2 കൽപ്പിച്ച് കഴിഞ്ഞ ദിവസം കണ്ടു തുടങ്ങി പിന്നെ അത് നിർത്താൻ പറ്റണില്ല. കണ്ടു തുടങ്ങി പിന്നെ അത് ഫുള്ള് കണ്ടു തീർക്കാതെ പറ്റില്ലല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ആക്ച്വലി ഈ ഒരു ടൈറ്റിലും ഈ ഒരു ഷോർട്ട് ഫിലിം ത്രൂ ഔട്ട് ഇതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയതൊക്കെ? വരുത്തുപോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് ബേസിക്കലി ഈ ഒരു 180 seconds തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ഒരാൾ മരിച്ചാൽ ആളുടെ ബ്രെയിൻ 180 സെക്കൻഡ് ആക്റ്റീവ് ആയിരിക്കും. ആ 180 സെക്കൻഡാണ് എനിക്ക് ആ ഒരു പുസ്തകത്തിൽ വായിച്ചായിരുന്നു. അപ്പോൾ ആ തോട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മൂവി ചെയ്താലോ എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത്. പിന്നെ ഞാൻ അത് പ്രൊഡ്യൂസർ പ്രീതിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രീതി പറഞ്ഞു നമുക്കിത് ചെയ്യാം, കാരണം അതൊരു ഗംഭീര പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ആ സിനിമ സംഭവിച്ചു. അപ്പോൾ ആദ്യം ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ ആദ്യം ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഫസ്റ്റ് ജിത്തു ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഭയങ്കര ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്, ലൂപ്പ്. അപ്പോൾ ഐ വാസ് ലൈക്ക് വാവ്, ഇത് കൊള്ളാലോ, നമുക്കിത് അന്ന് ചെയ്യാം. ബിക്കോസ് ആ സമയത്ത് 2 സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ വാസ് ഡിഫറെൻറ്റ് ആൻഡ് എനിക്കിത് കേട്ടപ്പോൾ ഉടനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി ഐ സെഡ് ഓക്കെ ലെറ്റ്സ് ഡു ദിസ്. പ്രൊഡ്യൂസ് ചെയ്യാം, അഭിനയിക്കുക എന്നുള്ളതും ആക്ച്വലി പ്രീതിയുടെ തന്നെ ഡെസിഷൻ ആയിരുന്നോ? ഒബിയസ്ലി ലൈക്ക് ജിത്തു എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്നോട് ആ കഥ പറയുന്നുണ്ടാവുക. അപ്പോൾ ആക്ടർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ സി ഓൾറെഡി ന്യൂ. പിന്നെ നമ്മൾ എപ്പോഴും പറയും എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു ആൽബം സോങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ ബിഫോർ വി ഡു എ മൂവി വി വോണ്ടഡ് ടു ട്രയൽ സംതിങ്. ഇതൊരു പൈലറ്റ് എന്നുള്ള രീതിയിലും കൂടി ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഡു ദിസ് വൺ പെർട്ടിക്കുലർ വൺ. നിങ്ങളുടെ ഒരു സൗഹൃദം ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ 2 ആളുടെയും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയപ്പം കുറച്ച് നാളത്തെ പരിചയം 2 പേരും തമ്മിലുണ്ടായിരുന്നു. ആ സൗഹൃദമായിരുന്നു ഇതിലേക്ക് എത്തിച്ചത്? ഉറപ്പായിട്ടും ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്, സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആക്ട് ചെയ്തിട്ട് അവൻ്റെ വർക്കിൽ ആക്ട് ചെയ്തിട്ടില്ല. അപ്പം അതിന് സംഭവിച്ചത് അടുത്തുപോക്കി കൂടെയാണ്. അതൊരു പരിപാടിയായിരുന്നു. ആക്ടിങ് ഭയങ്കര പാഷനായിട്ട് തന്നെ. ഞാൻ ആക്ച്വലി ഇത് കണ്ടപ്പം എനിക്ക് ഫേസ് അമലിൻ്റെ ആക്ച്വലി ഭയങ്കര ഫെമിലിയർ, പക്ഷേ ഏതിലെന്ന് ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഒരുപാട് എവിടേക്കോ കണ്ടുപോയിട്ടുള്ള ഫേസ് ആണ് അത്. കുറേ നാളായിട്ട് ഈ ആക്ടിങ് ഇതിൽ തന്നെ നിൽക്കുന്ന ആൾ തന്നെയാണോ? കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പുറകെയാണ്. ഒരു 2018 തൊട്ട് ജോബെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെയാണ്. അതിന് മുന്നേ ഒരു 14 തൊട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഫുൾ അവിടെ ഇടയ്ക്ക് തല കാണിച്ച് വരുന്ന ആൾക്കാരെ ഇടയ്ക്ക് പറയാറുണ്ട് അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ശരിക്കും മനസ്സിലാക്കണം ആ പടത്തിലല്ലെന്ന് മനസ്സിലാക്കണം. ഇതിപ്പം കറക്റ്റ് ഒരു ഐഡന്റിറ്റി ആയി മാറി. അതെ, വരുത്തുപോക്ക് നല്ലൊരു ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം ചായക്കടയിലൊക്കെ വെച്ച ആൾക്കാർ വരുത്തുപോക്ക് കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ഇത് ആക്ച്വലി 1 വർഷം മുൻപല്ലേ ഷൂട്ട് ചെയ്തിരുന്നത്? ഇപ്പം 2 years ആയി. ആക്ച്വലി ദ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 years ആയി. ദ മൊമെന്റ് ഹി ടോൾഡ് ദ സ്ക്രിപ്റ്റ് ടു നമ്മളത് ആയപ്പോൾ ഒരു 2 weeksനുള്ളിൽ ഫിനിഷ് ചെയ്യാം. പക്ഷെ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഫസ്റ്റ് റെയിനും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ മഴ, കാട്,
അപ്പോൾ നമുക്ക് റിയൽ കാട്ടിൽ തന്നെ ഇത് നൈറ്റ് ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ ഡിലേ ആയി വന്നു. അപ്പം ഫുള്ള് പോസ്റ്റ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അപ്പൊ ടൈം എടുത്തു. പ്രൊഡക്ഷൻ നല്ല ടൈം എടുത്തായിരുന്നു, നല്ല ടൈം എടുത്തായിരുന്നു. ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്ത് അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയാം. ഇപ്പം ഇതിന് ഏതൊക്കെ ക്യാമറ യൂസ് ചെയ്തു, എത്ര എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു, നൈറ്റ് ഷൂട്ട് ഫുള്ള് നൈറ്റ് തന്നെയാണല്ലോ. ഇതിലാകെ ഡേ ആകെ ഒരു ഇൻഡോർ സീൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ ആ നൈറ്റ്. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് റെഡിലാണ് ഷൂട്ട് ചെയ്ത്. പിന്നെ അഫ്കോഴ്സ് ഇതൊരു കാറിന്റെ അകത്ത് മാത്രം ഇരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്, 2 ക്യാരക്ടറും ഒരു കാറും മാത്രം. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എനിക്ക് ഷോട്ടുകൾ വെക്കാൻ കുറെ പരിമിതികളുണ്ട്. ഒരു കാറിന്റെ അകത്ത് വെക്കുന്ന ഷോട്ട്, എന്നാൽ 26 മിനിറ്റ് പ്രേക്ഷകനെ എൻഗേജിങ് ആയി എത്തും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും റിഗ് ഷോട്ടുകളാണ് മാക്സിമം കാറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതും എങ്ങനെയാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് പ്രേക്ഷകനെ ബോറടിക്കാതെ എന്നാൽ ഓരോ ലൂപ്പിലും ഡിഫറെൻ്റ് ആയിട്ട് എന്ത് കൊണ്ടുവരാമെന്ന് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് ഇതിന്റെ ഷോട്ടുകളും കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. ബേസിക്കലി റിഗ് വിത്ത് എ റെഡ് ക്യാമറയാണ് വരുത്തുപോക്ക്, സിമ്പിളായിട്ട് പറയണം. അപ്പൊ എത്ര ദിവസം വേണ്ടി വന്നിരുന്നു? ഇത് 4 days ഷൂട്ട്, ഒരു 1 day പാച്ച് എന്നുള്ള രീതി, ടോട്ടൽ 5 days ആണ് ഷൂട്ട്. ഓക്കെ. ഇതിൽ കുറച്ചുകൂടെ ചാലഞ്ച് ഉണ്ടായിരുന്നത് പ്രീതിയുടെ ക്യാരക്ടറിനായിരുന്നു. ഇമോഷൻസ് സ്വിച്ച് ചെയ്യുന്നതാണെങ്കിലും പിന്നെ ആ കാട്ടിലെ കുറച്ച് ആ ഒരു ഫൈറ്റ് അല്ല, ആ ഒരു ഓടുന്നതും വീഴുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ ചാലഞ്ച് എത്രത്തോളം ഉണ്ടായിരുന്നു? ലൈക്ക് ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് അത്രയും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് ലേറ്റർ വെൻ വി വർ ടോക്കിംഗ് ഓൺലി ഐ റിയലൈസ്, ബിക്കോസ് ജിത്തു ഓൾമോസ്റ്റ് ഒരു 3-4 days വർക്ക്ഷോപ്പ് പോലെ നമ്മളെ കൊണ്ട് ഇത് റിഹേഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വൽ ഷൂട്ടിംഗ് സ്പോട്ടിൽ എത്തുന്നതിന് മുന്നേ. സോ അവിടെ എത്തുന്നതിന് മുന്നേ ഡെപ്ത് ഓഫ് ദ ക്യാരക്ടർ, അതെങ്ങനെ ട്രിഗർ, ആൻഡ് ഹി ഓൾറെഡി ന്യൂ ഈച്ച് ലൂപ്പ് എന്നെ എങ്ങനെ ട്രിഗർ ചെയ്യണം എന്നുള്ളതും ഹി ന്യൂ. സോ I used to tell him like just before it, just tell me before and after and he will trigger. അപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് ടൈമിൽ ഒട്ടും തോന്നിയിട്ടില്ല. ഐ ഓൾവേസ് യൂസ് ടു സേ ടു അമ്മൽ ഓൾസോ, ഇതെന്താ ഇവനൊന്നും പറയുന്നില്ലല്ലോ, ബിക്കോസ് ഇവനെ പറ്റി കേട്ടേക്കുന്നത് ഇറ്റ്സ് ലൈക്ക് വെരി ഹാർഡ്, നമ്മളൊന്നും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നല്ലോണം തരും എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും അമ്മലോട്, ഇതെന്താ അമ്മൽ ഒന്നും പറയാത്തേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിഹേഴ്സൽ പോയില്ലേ, കാരണം ഷൂട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ട പോലെ അല്ല ഷൂട്ട് ചെയ്തത്, ലീനിയർ അല്ല. ഫസ്റ്റ് ലൂപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൂപ്പ് അങ്ങനെയല്ല ചെയ്തേക്കണേ. ഇപ്പോൾ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൂപ്പിൽ ഷോട്ട് എടുത്താൽ പിന്നെ എടുക്കുന്നത് 4th ലൂപ്പ് ഷോട്ടായിരിക്കും. ആ സെയിം ലൊക്കേഷനിലെല്ലാം ഒരുമിച്ച് എടുത്തു ഒരു ആംഗിളിൽ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സംഭവങ്ങൾ ട്രൈ ചെയ്തു. അപ്പോൾ നമുക്ക് യാതൊരു കണക്ഷനും ഇല്ല അടുത്ത എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളത് റിഹേഴ്സൽ ചെയ്തപ്പോൾ പഠിച്ചു, ഇന്ന ഷോട്ടിൻ്റെ നമ്പർ ഇത്. അപ്പോൾ ചോദിക്കും അടുത്ത ഏതാ ഷോട്ട്, ഓക്കെ ഇമോഷൻ ഇതാണ്, അങ്ങനെ അഭിനയിക്കുന്നത്, അല്ലാണ്ട് എടുത്തു പോവുകയല്ല ചെയ്തേക്കണേ. അപ്പൊ അത് ഭയങ്കര ഒരു ലേണിംഗ് ആയിരുന്നു നമ്മൾ ആക്ടേഴ്സിന്. അത് സ്വിച്ച് ചെയ്തുകൊണ്ടേ ബേസിക്കലി അത് ടോർച്ചറാണ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, അത് ഭയങ്കര ടോർച്ചറാണ് ഞാൻ കൊടുത്തത്. പക്ഷേ അപ്പൊ നമുക്കിപ്പോ ഒരു റിഗ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കണമെങ്കിൽ 1/2 hour എടുക്കും. അപ്പൊ ആ ടൈം ഭയങ്കര ടൈം ഈസ് മണി. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ തന്നെ നമുക്കെല്ലാം കവർ ചെയ്യണമെന്നുകൊണ്ടാണ് നമ്മൾ പ്രോപ്പർ റിഹേഴ്സലിൽ ഇവര് 110% ആണ് കോപ്പറേറ്റ് ചെയ്ത് 2-3 ദിവസം നൈറ്റ് ഫുൾ ആ ഒരു ക്വാറന്റൈൻ ഒരു മൂഡിൽ നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്തതാണ് എല്ലാ റിഹേഴ്സലും എല്ലാ ലൂപ്പും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഒരു ആർട്ടിസ്റ്റിന് ഈ പടത്തിലെ കംപ്ലീറ്റ് ഷോട്ടുകളെ കുറിച്ചിട്ടും ധാരണയുണ്ടാവും. ഇവർക്ക് അറിയാം ഏതൊക്കെ ഷോട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ആ ഷോട്ടിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഫുൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ് ഓൺ സെറ്റിലേക്ക് വരുന്നത്. നോർമലി ഡയലോഗ് മാത്രം പഠിച്ചാൽ മതി, പക്ഷെ ഇവിടത്തെ കേസിൽ ഷോട്ട്സ് ആണ്. സോ അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഈ സ്കൂളിലൊക്കെ പഠിക്കില്ലേ, ഞാൻ പറയും ഇന്ന ഷോട്ട് ഇമോഷൻ പറയും, അങ്ങനെ പഠിച്ചിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിന് നമുക്ക് കൂടി പോയ 2 ടേക്ക് ഇല്ലെങ്കിൽ 3 ടേക്കിന്റെ അപ്പുറം പോയിട്ടില്ല. എല്ലാം നമ്മളൊരു 3 ടേക്ക് മാക്സിമം ഇതിലേക്കാരെ പോവാറുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ജിത്തു പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ, ലൈക്ക് ഈവൻ റിഹേഴ്സൽ he made us do at night. So rehearsals also he made us do at night, so that അന്നത്തെ ദിവസം അത്രയും ലോങ് അവേഴ്സ് ഞങ്ങൾക്ക് ഉറക്കം വരരുത് പെർഫോമൻസ്. when he said right on I remembering, oh that's correct, he made us do. ഞാൻ അതും ചെയ്യാൻ വന്ന അടുപ്പിച്ച് ഉറങ്ങാതിരിക്കുമ്പോൾ ഒരു അതിന് മുന്നേ പുള്ളി ഞങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസ് തന്നു. ഞങ്ങൾ 4 ദിവസം ഉറങ്ങിയിട്ടില്ല, കാരണം 6 to 6 ഷൂട്ട് പോണേ, ഈവനിംഗ് ടു മോർണിംഗ്. അപ്പൊ അത് യൂസ്ഡ് ആണല്ലോ, നമ്മൾ കണ്ണൊക്കെ പോയി തീർന്നില്ലേ. സോ ഞങ്ങൾ 4 ദിവസം ഉറങ്ങിയിട്ടില്ല. പകല് ഉറങ്ങുന്നില്ലായിരുന്നോ? രാത്രിയിലെ ഉറക്കം വരെ നമുക്ക് നോർമലി നമ്മള് ശീലിച്ചതല്ലേ. അപ്പൊ അത് മാറ്റിട്ട് അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഷൂട്ടിന് പോയത്. രാത്രി ഫുൾ ആക്റ്റീവ് ആയിട്ടിരിക്കും. റെഡ് ബുള്ളിനോട് ഒരു വലിയ താങ്ക്സ്. റെഡ് ബുളിന് ഒരു പ്രൊമോഷനും കൂടെ ആയല്ലേ, രാത്രി ഷൂട്ടുള്ളപ്പോ റെഡ് ബുൾ പിടിച്ചാൽ മതിയല്ലേ. ഒരു ദിവസമൊക്കെ നമുക്ക് ഉറക്കം ഒഴിക്കും, പക്ഷെ ഒരു 4 ദിവസം ഒക്കെ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആളും. അപ്പൊ ഇവര് മാത്രമല്ല, എല്ലാ ഫുൾ ടീം
സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണ്ടേ. പിന്നെ ചില ചാലഞ്ചസ് കാരണം ഫസ്റ്റ് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടും ഡേ ടൈം വി കുഡന്റ് സ്ലീപ് ബിക്കോസ് വി വർ ഡീലിംഗ്. നമ്മളിപ്പോ എന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ദേ ആർ ഓൾ മൈ ഫ്രണ്ട്സ്. അപ്പൊ സംതിങ് ഹാപ്പൻസ് ദേ വിൽ ഓൾ will be helping not to fix the issue. അപ്പൊ അങ്ങനെ we were doing the whole day 6 ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് റൂമിലേക്കല്ല പോയെ, പിന്നെ ഞങ്ങള് ഇത് ഡീൽ ചെയ്യാനാ പോയെ. ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു സെയിം ആയിട്ട്. ഞാൻ ഇവൻ അങ്കിത് കൺട്രോളർ അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് വൈകുന്നേരമായി. പിന്നെ മേക്കപ്പ് ഇട്ട് വീണ്ടും ഷൂട്ട്. ആക്ച്വലി കാട്ടിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ലൈക്ക് അവിടെ ഷൂട്ട് ചെയ്യുന്നതിനുള്ള പെർമിഷനും കാര്യങ്ങളും അങ്ങനെ. തീർച്ചയായിട്ടും ഫോറസ്റ്റിന്റെ അകത്ത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ കാര്യങ്ങൾ വേണം. പക്ഷെ നമ്മൾ ഫോറസ്റ്റിന്റെ അകത്തല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ റോഡില് ഫോറസ്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ പെർമിഷൻ എടുത്ത് റിട്ടേണിൽ എഴുതിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഡ്യൂറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റിംഗിൽ തന്നെ? ഞാൻ സെൽടെക്സിലാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തത്. സെൽടെക്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ 26 പേജ് എഴുതിയാൽ 26 മിനിറ്റ് ആയിരിക്കണം സിനിമ എന്നുണ്ട്. 1 പേജ് 1 മിനിറ്റ്. അപ്പൊ ആ തിയറി തന്നെയാണ് ഞാൻ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്നും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടൊന്നും പ്ലാൻ ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്തു, അങ്ങനെ തന്നെ ആയിരുന്നല്ലേ? അതിന് എനിക്കൊന്ന് പ്രോപ്പർ പ്രീ പ്രൊഡക്ഷൻ ഐ തിങ്ക് 2 months ഉണ്ടായിരുന്നു. കറക്റ്റ് 2 months ഇരുന്ന് ഷോർട്ട് വാൾ ഒട്ടിച്ചു വെച്ച് എൻ്റെ എഡീസ് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഒരു മാസം ഒട്ടിച്ചു വെച്ച് എഴുതി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ലൂപ്പ് ചെയ്യില്ല, ഞാൻ നിർത്തി. ഭയങ്കര പാടാണ്. പിന്നെ ഭയങ്കര പാടാണ്. ഇപ്പൊ ഇവന്റെ എല്ലാ ലൂപ്പിലും ഒരേ ഇമോഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, എല്ലാത്തിലും വെസറ്റൈൽഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കണം. ഇറ്റ്സ് എ ചാലഞ്ച്. അപ്പൊ അത് എന്താ പറയില്ല, ലൂപ്പ് മതി. അത് ആക്ച്വലി ഞാനത് കണ്ടപ്പോൾ ചിന്തിച്ചതാ. ഫസ്റ്റ് ലൂപ്പിൽ ഒരു ഇമോഷൻ, സെക്കൻഡും അത് തന്നെ ചെയ്യണം, തേർഡിലും അത് തന്നെ. എന്നിട്ട് അവസാനം വരുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ എന്താ കാര്യം എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രം, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, എല്ലാം ഉണ്ടായിരുന്നു. സോ ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അത് ഈ റിഹേഴ്സൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. നമ്മൾ ലോക്ക് ചെയ്തിട്ടാ പോണേ. ഓക്കെ, ഈ സാധനം ഇതാണ്. എന്നാലും സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്, കാരണം പുള്ളിക്കാരുടെ റെസ്പോൺസ് മാറുമ്പോൾ നമ്മൾ നാച്ചുറലി മാറില്ലേ, അങ്ങനെ ഉണ്ട്. എന്നാലും ഓൾമോസ്റ്റ് സെയിം തന്നെ പിടിക്കണം. അപ്പൊ അത് നമ്മൾ ഈ റിഹേഴ്സലിൽ ലോക്ക് ചെയ്തത് കുറച്ച് ഈസി ആയിരുന്നു. ലൊക്കേഷനിൽ റിഹേഴ്സലിൽ അത് കുറച്ച് പാടായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ടെൻഷനായി മാറിപ്പോയിരുന്നു. കുറച്ച് ടൈം എടുത്തു ട്രാക്കായി വരാൻ. കാരണം പുള്ളിക്കാരൻ ഡിഫറൻറ്റ് ചെയ്യുന്നപ്പോ എനിക്കാണെങ്കിൽ ഒത്തിരി പാടാണ് കെയറാൻ. കെയറിയപ്പോഴേക്കും ഓക്കെ സംഭവം സെറ്റായി. പിന്നെ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഈ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ആംഗിൾസ് ഉണ്ട്. നമ്മൾ ഓരോ ആംഗിൾ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഭയങ്കര നമുക്കും ഭയങ്കര രസമായിരുന്നു. ഇവിടുന്ന് വരുന്നു, ഈ സാധനം എവിടെ നിന്ന് ചെയ്യുന്നു, ഓരോ ഷോട്ട് ആണെങ്കിലും ഓരോ ലൂപ്പിലും ഡിഫറെന്റ് ആംഗിൾസ് ആണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഓക്കെ കൊള്ളാല പരിപാടി, രസമുണ്ടായിരുന്നു. ഇപ്പൊ ഈ ജോലി വിട്ടിട്ട് അഭിനയത്തിലേക്ക് ഇറങ്ങിയതാണല്ലോ, എന്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഞാൻ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഞാനൊരു ഹോട്ടൽ നടത്തിയിട്ടുണ്ട് സ്വന്തമായിട്ട് ചേർത്തലയിൽ. ഞാൻ ചായക്ക് പരിചയപ്പെടുന്നതാണ്, ഇക്കേന്റെ കസ്റ്റമറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിഫെയർ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ മെഷീൻസും പരിപാടിയൊക്കെ പിന്നെ കുറച്ച് ആൾക്കാരോട് മിണ്ടാനായിട്ട് മാർക്കറ്റിംഗ് വർക്ക് ചെയ്തു. പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തു. പിന്നെ അവസാനം ജോജി ചേട്ടന്റെ ജോസഫ് കണ്ടപ്പോ 20 കൊല്ലം നടന്നിട്ട് അച്ചീവ് ചെയ്തു. അപ്പൊ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി ഫുള്ളായിട്ട് എന്റെ പറയുക. അപ്പൊ നേരത്തെ തൊട്ട് ആക്ടിങ് തന്നെ ആയിരുന്നു മനസ്സിലുള്ളത്? അതെ, ആക്ടിങ് തന്നെയാണ് പണ്ട് തൊട്ടേ. ഞാൻ ആക്ച്വലി ബിടെക് പഠിക്കാൻ പോയത് തന്നെ മറ്റേ പണ്ട് ഹാപ്പി ഡേയ്സ് എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് ബിടെക് പഠിക്കാൻ പോയത്. എല്ലാ സിനിമയെന്നുള്ള ഇൻസ്പിറേഷൻ അല്ലേ? എന്നിട്ട് ഇപ്പം എങ്ങനെ പോകുന്നു ആക്ടിങ് കരിയർ? ഇപ്പം കുഴപ്പമില്ല, പരിപാടികൾ അത്യാവശ്യം കണക്ഷൻസ് ആയി വരുന്നു, പരിപാടികൾ വരുന്നുണ്ട്. അങ്ങനെയാണ്, കൊള്ളാം. ഞങ്ങൾ പിന്നെ ഞാൻ ഇറങ്ങിയപ്പോഴേക്കും പതുക്കെ അമ്മേനെയൊക്കെ സിനിമ കയറ്റി വിട്ടു. ഞാൻ അമ്മയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്ക ആഴ്ചയിലും വനിതാ തിയേറ്ററിൽ വെച്ചിട്ട് കാണാറുണ്ട്. എല്ലാം കാണുമ്പോൾ തിരിച്ചു കാണിക്കും. ഇനി പറയാം, അമ്മയുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു പറയാം. പ്രീതിയും അതുപോലെ ആക്ടിങ് ആസ്പിറന്റ് ആയിട്ടുള്ള അച്ഛൻ ഡയറക്ടർ ആയിരുന്നു. സോ അതുകൊണ്ടാണോ സിനിമ എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത്? അതായിരിക്കാം സബ് കോൺഷ്യസ്ലി പ്രോബബ്ലി. പക്ഷെ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ആൻ ആക്ടർ. സിനിമ ഒരുപാട് ഇഷ്ടമാണ്. ഈവൻ ചെറുതിലെ സിനിമ കാണുമ്പോഴും ഡാഡി വളരെ ടെക്നിക്കലായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. സോ യു ഫീൽ ഹാപ്പി ഇൻ ദാറ്റ്, ലൈക്ക് തിയേറ്ററിൽ പോകുന്നതും സിനിമ വാച്ച് ചെയ്യുന്നതും യു ഫീൽ വെരി ഹാപ്പി. സോ ആക്ട് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ടാണോ പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്തത്? പ്രൊഡക്ഷൻ എനിക്ക് ഓസ്ട്രേലിയയിൽ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഒരു ഓൺടർപ്രണർ സൈഡ് എൻ്റെ കയ്യിൽ എനിക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും ഡാഡി ഒരു 2 പടം പ്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറുതിലെ. അപ്പോൾ എപ്പോഴും എന്റെ മൈൻഡിൽ ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണം. പക്ഷെ വാസ് നോട്ട് ദാറ്റ് സീരിയസ്. ആക്ടിങ് ഇസ് ഓൺലി വെരി വെരി പാഷൻ. പക്ഷെ ഏതൊരു പോയിന്റിൽ ഐ വാസ്
ലൈക്ക് ഓക്കെ മേ ബി വി ഷുഡ് തിങ്ക് അബൌട്ട് പ്രൊഡക്ഷൻ. പിന്നെ ഹോം എന്ന് പറഞ്ഞൊരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ ഹാവ് ടു പ്രൊഡ്യൂസ് വൺ ഡേ ബിക്കോസ് ലൈക്ക് എ പാർട്ട് ഓഫ് എ വെരി ഗുഡ് സ്ക്രിപ്റ്റ് എന്നുള്ളൊരു തോട്ട് അപ്പം ഡിസിഷൻ ഞാൻ മേക്ക് ചെയ്തു. ബട്ട് ഇവൻച്വലി ഐ ഗെറ്റ് ഇൻ ടു പ്രൊഡക്ഷൻ എന്നറിയാം. ബട്ട് ദിസ് ഇസ് ലൈക്ക് എ സ്മോൾ തിങ് ബിഫോർ ഇഫ് എവർ ഐ എം ഡൂയിങ് എ മൂവി. സിനിമ പ്രൊഡക്ഷൻ ഇപ്പൊ മനസ്സിലുണ്ടോ? ആഗ്രഹമുണ്ട്, ബട്ട് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മേ ബി ആഫ്റ്റർ ഡൂയിങ് സം മൂവീസ് ആൻഡ് സ്റ്റഫ് പ്രോബബ്ലി. ഇപ്പൊ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ആഴി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുക. ഷൂട്ടിംഗ് നടക്കുന്നു. ഷൂട്ടിംഗ് നടക്കുന്നു. ജിത്തു എങ്ങനെയാ ഫിലിം മേക്കർ എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? വായന ആണ് തോന്നുന്നു എനിക്ക്. വായിക്കും. ഇപ്പോൾ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇമാജിൻ ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പോയിന്റ് ഞാൻ എൻ്റെ പാരൻസിനോട് ഷെയർ ചെയ്തു. ഒരു പഠിക്കൂ സിനിമ എന്ന പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ചു. പിന്നെ അങ്ങനെ സിനിമയിലേക്ക് വന്നു എന്നുള്ള. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് ഡയറക്ടേഴ്സിന്. ഞാൻ സ്റ്റാൻലി കുബ്രിക്കിന്റെ ഭയങ്കര ആരാധകനാണ്. KG ജോർജ് സാറിന്റെ ആരാധകനാണ്. അപ്പം നമ്മൾ സിനിമകൾ കണ്ട് 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 എന്നോടൊരു ഭ്രമം തോന്നിയിട്ടാണ് ഇതിലേക്ക് ജമ്പ് ചെയ്തത്. ഇതാണ് എന്റെ ഏരിയ എന്ന് മനസ്സിലാക്കിയത്. വേറെ ഒന്നും എനിക്ക് അറിയില്ല. എന്ത് ചെയ്താലും എനിക്കറിയില്ല. അപ്പൊ അടുത്ത വർക്കൊക്കെ ഇപ്പൊ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ? ഷോർട്ട് ഫിലിം ആണോ ഫീച്ചർ ആണോ? ഫിലിമാണ്. ഫിലിം ഇനി ഫീച്ചർ ഉള്ളൂ. മാത്രം. എല്ലാം ലോക്കായോ? സ്ക്രിപ്റ്റ് ആർട്ടിസ്റ്റ് എല്ലാം ലോക്കാണ് ഓൾമോസ്റ്റ്. ഒന്നും വിട്ടറിയില്ല. പക്ഷേ അതുകൊണ്ടല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വരാതെ പറയരുത് എന്നാണ് ആർട്ടിസ്റ്റും നിന്നുള്ളൊരു സാധനം. ഉടനെ ഉണ്ടാവും. ഉടനെ ഉണ്ടാവും. പെട്ടെന്നുണ്ടാവും. എല്ലാം അടിപൊളിയായിട്ട് തന്നെ വരട്ടെ. അമലിന്റെ മൂവി വർക്ക്സ് ഒക്കെ? മൂവി വർക്ക്സ് ഇപ്പോൾ ചെറിയ പടം നടക്കുന്നുണ്ട് പരിപാടി. എൻ്റെ പ്രീ നടക്കുവാണ്. ഞങ്ങളൊക്കെ തന്നെ വില്ലന്മാരായിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ അതിങ്ങനെ അങ്ങനെ പിടിക്കാം. എല്ലാത്തിലും വില്ലനാണല്ലോ കുറച്ച്. എത്ര ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്? അയ്യോ കുറെ ചെയ്തിട്ടുണ്ട്. 10-20-30 ചെയ്തിട്ടുണ്ടാവും. അയ്യോ. അത് ഫ്രണ്ട്സ് ആയിട്ടുള്ള കണക്ഷൻ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ അല്ലാണ്ട് വിളിക്കുന്നതൊക്കെ നമ്മള് അല്ലാണ്ട് വിളിക്കുന്നതും റെഫർ ചെയ്തിട്ട് പറയും അങ്ങനെയൊക്കെ ചെയ്ത് യൂട്യൂബിൽ ഇടയ്ക്ക് നമ്മൾക്ക് അടിച്ചോ. അപ്പൊ എന്റെ കുറെ വർക്ക് ഇപ്പൊ ഞാൻ ചെയ്യട്ടെ. ഇപ്പം പലർക്കും ഉണ്ടാകും, ചിലർ ആക്ടർ ആവാനായിട്ട് ഡയറക്റ്റ് സിനിമ മതി എന്ന് പറഞ്ഞു പോകുന്നവരുണ്ടാകും. അല്ലാത്ത കുറച്ചുപേർ ഇങ്ങനെ ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ്, ചെറിയ ചെറിയ വെബ് സീരീസ് അങ്ങനെ പോകുന്നവരുണ്ടാകും. അപ്പം ഇപ്പം അമൽ ഒരു ആസ്പയറിംഗ് ആക്ടറാണ്. ഒരുപാട് വർക്ക്സ് ചെയ്തു. ഷോർട്ട് ഫിലിംസ് ആൻഡ് മൂവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമ മാത്രം മതി എന്ന് പറഞ്ഞു പോകുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരോട് എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കാനുള്ള? ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ അഡ്വൈസ് ആയിട്ടല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മള് എത്രയോ ക്യാമറ ഫ്രണ്ട് നിൽക്കുന്ന അത്ര നമുക്ക് പഠിക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ. നമ്മള് ആക്ടേഴ്സ് ആകുമ്പോൾ പഠിക്കണം അല്ലേ? അപ്പൊ ചെയ്ത് പഠിക്കുക. എപ്പോഴും സിനിമയുടെ മുമ്പിൽ തന്നെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും. ഓക്കെ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട്. സോ എത്രയോ ക്യാമറ ഫ്രണ്ട് നിൽക്കുക അത്ര നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ചിലർക്ക് ഉണ്ടാവായിരിക്കും നേരെ പോയി സിനിമ മതി അങ്ങനെ വർക്കാവായിരിക്കും. എനിക്കറിയില്ല. എനിക്ക് പറ്റുന്ന ഇതാണ് മാക്സിമം ചെയ്യുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ പഴയ വർക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കൊള്ളത്തിലല്ലോ എന്താ പിന്നെയാണെന്നൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കാണിച്ചത് അതറിയില്ല. യൂട്യൂബിൽ നോക്കിയാൽ കിട്ടില്ല. അത് പേര് കാണിച്ചല്ലേ. അപ്പൊ അത് രസമാണ്. നമുക്ക് നമ്മളെ ഒരു ജേർണി കാണാൻ പറ്റും. അത് നല്ലതാ. ആക്ടേഴ്സ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ മമ്മൂക്ക പറയുന്ന പോലെ എന്തൊരു ഡയലോഗ് പറയുമല്ലോ. എന്താണ് എന്തായിരുന്നടാ മമ്മൂക്ക എന്താ പറയുമല്ലോ? തേച്ച് അതെ. ഡിറക്ഷൻ സൈഡും ഉണ്ടാകും. ഈ ഷോർട്ട് ഫിലിംസ് ആക്ച്വലി മൂവിയിലേക്കുള്ള വലിയൊരു പ്രാക്ടീസ് തന്നെയല്ലേ? ഷോർട്ട് ഫിലിംസ് ഓഫ് കോഴ്സ് ഓരോരോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും നമുക്ക് ഓരോരോ ലെസൺ. ഇപ്പൊ വരുത്തുപോക്ക് പോലും എന്നെ കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു മൂവിയുടേതായിട്ടുള്ള കുറെ എലിമെന്റുകൾ എന്നെ പഠിപ്പിച്ചത് വരുത്തുപോക്കാണ്. നാളെ ഒരു മൂവി ചെയ്യുമ്പോൾ അതിൽ നിന്നും പഠിച്ച് മറ്റൊരു മൂവി എന്നുള്ള എല്ലാം ലേണിംഗ് ആണ്. ലേണിംഗും അൺലേണിംഗും ആണ് സിനിമ എന്നെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന അവരുടെ വർക്ക്. ഇതിന് ഈ വരുത്തുപോ ആക്ച്വലി ഈ ഒരു റീച്ച് വരുമെന്ന് എല്ലാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നോ? ഒബ്വിയസ്ലി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വി ആർ തിങ്കിങ് വി വോണ്ട് ടു ഗെറ്റ് ദാറ്റ് റീച്ച്. ബിക്കോസ് നമ്മളെല്ലാവരും സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമുക്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം, പീപ്പിൾ വാച്ച് ചെയ്തിട്ട് ലൈക്ക് യുനോ ആ ഒരു ഇന്റൻഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അയക്കണം. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ സ്ക്രീൻ ചെയ്തു. സോ വി ഹാഡ് ദാറ്റ് ഇന്റൻഷൻ ഫ്രം ദ ബിഗിനിങ്. ഒരു മൂവി ചെയ്യുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ. അത് ഷോർട്ട് ഫിലിം ആണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ അതൊരു മൂവിയാണ്. ജസ്റ്റ് എ ബിഗ് സ്റ്റെപ്പ് ബിഫോർ. നമ്മൾ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാങ് ഒരുമിച്ച് ചെയ്യുന്ന ഒരു പരിപാടി.
ഈ ക്യാൻസൽ സ്ക്രീനിങ്ങിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജിത്തുവിനോട് പറഞ്ഞു എടാ ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ആ സമയത്ത് അവനൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, എന്റെ കറന്റ് മൂവി. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും പോവാൻ പറ്റില്ല എന്നുണ്ടായിരുന്നു. അപ്പൊ പോണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് സർറിയൽ ഫീലിംഗ് ബിക്കോസ് ഇവിടെ ഉള്ളപ്പോ നമുക്ക് ഇങ്ങനെ അറിയാം, വി ആർ ടെല്ലിംഗ് അബൌട്ട് ഇറ്റ് ടു പീപ്പിൾ. ബട്ട് ഇഫ് വി വെന്റ് ആൻഡ് സോ ദ സ്ക്രീനിങ് ഇൻ പേഴ്സൺ. പക്ഷെ അവന്റെ ഫ്രണ്ട്സ് അവിടെ ഫ്രാൻസിൽ കുറച്ച് പേരുണ്ട്, എന്റെ കുറച്ച് ഫ്രണ്ട്സ്, ദേ വാച്ച്ഡ്. That's all we could. പക്ഷെ അത് വാസ് ഹാപ്പി. പറ്റില്ല, പടത്തിൽ പോവാം, പടം ചെയ്യുമ്പോൾ അതിനൊരു പടം കൊണ്ട് പോവാന്ന് അതെ, പക്ഷെ പോയിരുന്നെങ്കിൽ അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെ. അത് മാത്രമേ ഉള്ളൂ അതിലൊരു ചെറിയ. ബട്ട് വെൻ ഹി ടോൾഡ് ഐ വാസ് വെരി ഹാപ്പി. പിന്നെ അപ്പൊ തന്നെ ലോട്ട് ഓഫ് പീപ്പിൾ ന്യൂ അബൌട്ട് ഇറ്റ്. ഇപ്പൊ റിലീസ് ചെയ്യുന്ന സമയത്തും ഇറ്റ് വാസ് വെരി നൈസ്. ലോട്ട് ഓഫ് പീപ്പിൾ അതറിയുന്ന അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. ഇപ്പം ഇതിലെ ആ ഒരു ഇന്റിമേറ്റ് സീൻ ഉണ്ടല്ലോ, ഞാൻ ആക്ച്വലി അതിനെപ്പറ്റി സംസാരിക്കാൻ കുറച്ച്, അതായത് ഇതിന്റെ കുറച്ച് റീൽസ് ഒക്കെ നോക്കിയപ്പോൾ എപ്പോഴും അങ്ങനെയൊക്കെ കണ്ടത്. ചിലർ അത് മാത്രം ആയിട്ട് അതൊരു സംസാര വിഷയമാക്കുന്നുണ്ട്. പക്ഷെ അത്രയും ക്വാളിറ്റി ഉള്ളവർക്ക് ഇപ്പൊ കൂടുതലും അല്ലാണ്ട് സിനിമ വർക്കിന്റെ ക്വാളിറ്റി മാത്രമായിട്ട് സംസാരിച്ച് വരുന്നുണ്ട്. സോ അതിന്റെ ഒരു ടോക്ക്, ആ ഒരു പോർഷന്റെ മാത്രം ടോക്ക് വരുന്നത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്കൊരു കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങളൊരു പ്രിവ്യൂ നടത്തി. അപ്പൊ ആ പ്രിവ്യൂവിന് ലൈക് മീഡിയാസ് ഉണ്ടായിരുന്നു. സോ ദേ സോ ദിസ് ആൻഡ് ഫ്രം സംവെയർ ദേ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ അബൌട്ട് ദ കിസ്. പിന്നെ ഫുൾ മീഡിയയിൽ കിസ്സിനെ പറ്റിയായി. അപ്പൊ പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് പിന്നെ കമന്റ്സ് നോക്കുമ്പോൾ എവറിബഡി ഈസ് ലൈക്ക് അയ്യേ ഇതെന്താ ഈ കൊച്ചിനോട് ഇങ്ങനെ ചോദിക്കുന്നത്, ആ ഒരു കമന്റ് ആയിരുന്നു. ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. ഐ വാസ് ആക്ച്വലി ഹാപ്പി. ഇത് കൊള്ളാലോ, ഓഡിയൻസ് ഒക്കെ ഭയങ്കര യുനോ. ഫ്രം ദെൻ ഐ ആം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് ഇറ്റ് വിൽ ബി റിയലി നെഗറ്റീവ് ഇൻ ദ ബിഗിനിങ്. വി ഡോണ്ട് നോ ഹൗ ഇറ്റ്. എനിക്കറിയാം പടം എങ്ങനെയാണുള്ളത്, ജിത്തുവിന്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്കറിയാം, നമ്മളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാം. പക്ഷെ ഓഡിയൻസ് അതെങ്ങനെ റിസീവ് ചെയ്യുന്നുള്ളത് എപ്പോഴും ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക് അൺടിൽ ഇറ്റ് കംസ് ഔട്ട് അല്ലേ. ഇപ്പൊ റിവ്യൂവിനാണെങ്കിലും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡയറക്ടേഴ്സ് ദോസ് പീപ്പിൾ ആർ കമ്മിങ് റൈറ്റ്. അപ്പോ വി വർ വെയിറ്റിംഗ്. ബട്ട് പോസിറ്റീവ് കമന്റ്സ് ആണ് ഫ്രം ദ ഓഡിയൻസ്. നോബഡി ഈസ് സേയിങ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ കേസ്. മൂവിൻ്റെതാണെങ്കിലും അത് ടോപ്പിക്സ് ഡിസ്കഷൻസ് പോകുന്നുണ്ടെങ്കിലും കിസിനെ പറ്റി അവിടെ ഒരു ഡിസ്കഷൻ ഇല്ല. മീഡിയാസ് ഓൺലി ആസ്കിങ്. സോ ഐ എം ലൈക്ക് പ്രൊഫഷണൽ യു ആസ്കിങ്. അമലിനത് ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? അല്ല, ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമില് ഒരു റീല് ഭയങ്കര വൈറലായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പരിപാടി ഇങ്ങനെ പേടിച്ചെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം കണ്ടായിരുന്നു. അതിന്റെ താഴെ കമന്റ് നോക്കിയാ എന്നെ ചീത്ത വിളിയായിരുന്നു. വേഗം എടുത്തിട്ട് പോടാ വണ്ടി, ചീത്ത വിളി അടിക്കാ. ഇവൻ എഴുതിയ ഡയലോഗ് ഞാൻ പറഞ്ഞത് എനിക്ക് ചീത്ത വിളിയാ. അവിടെ ചോദിക്കുന്നത് സ്ട്രേഞ്ചറാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ ചോദിക്കുന്നത്, എടുത്തിട്ട് പോയിക്കൂടെ? ഇൻസ്റ്റയിൽ ഇവനാ പൊങ്കാല, യൂട്യൂബിൽ ഞാൻ എങ്ങനെയോ സേഫ്. ഞാൻ സത്യം പറഞ്ഞ എനിക്കായിരിക്കും കൂടുതൽ ലൈക് ബാക്ക് ഫയർ കിട്ടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഫേസ്ബുക്കിൽ കയറാനുള്ള പേടിയാ. ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ആദ്യം കുറച്ച് പോസ്റ്റ് ഒക്കെ, അതിന്റെ താഴെ അടിപൊളി കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മറന്നു പുറത്തറിയാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റ്സ് ആണോ? എന്തായാലും രണ്ടുപേർക്കും ഈക്വലി കിട്ടും. ഒരാൾക്ക് മാത്രമായി കഴിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. രണ്ടുപേർക്കും ഈക്വലി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അവിടെയും ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നുണ്ട്. യൂട്യൂബിലൊക്കെ ഡയറക്ടർ കഞ്ചാവ് അടിച്ച് ചെയ്താ ഒന്നും പറയാനില്ല. അല്ല, എനിക്ക് ക്ലൈമാക്സ് ഒരുപാട് പേർക്ക് അയ്യോ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വന്നിരുന്നു. എന്നാൽ ഒരുപാട് പേര് മനസ്സിലായ അവരുടെ വേർഷൻ അവർ എഴുതുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഇന്ന് ഞാനത് വായിച്ചായിരുന്നു. ഞാൻ ഇന്ന് വന്നപ്പോ തന്നെ ഒരു 4-5 വേർഷൻ ഓഫ് സ്റ്റോറീസ് അവർ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു തോമാച്ച് എന്ന് പറഞ്ഞ ഫോണിൽ വരുന്ന ക്യാരക്ടറും ഈ ക്യാരക്ടർ അവിഹിതമാണ്, അതുകൊണ്ടാണ് ഇവൻ കൊന്നത്. ഞാൻ ഇന്ന് വായിച്ചിട്ട് കഥ അതിട്ട് പാവ എഴുതിയ മനുഷ്യനല്ല കേട്ടോ. അടിയില് ഇതൊക്കെ എന്റേതായ ചിന്താഗതി ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് മനസ്സിലായി. ഓക്കെ, എന്റെ ഇന്റർപ്രിട്ടേഷൻ. ശരിക്കും ആക്ച്വലി ഉദ്ദേശിച്ചത് കൊന്നത് ആരാണ്, എന്തിനാണ് കൊന്നത്, ആരാണ് കൊന്നത് എന്ന് തിരിച്ചറിയണം എന്നുള്ള. പ്രോപ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതില് ഭാരതിയും ടോമനും പ്രോപ്പർ ആയിട്ട് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇവരാരാണ്, എന്താണ്, ഇവരെന്തിനാണ് അവിടെ വരുന്നത് എന്നുള്ള ഒരു പ്രോപ്പർ ബാക്ക് സ്റ്റോറി ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാം സിനിമയിൽ കാണിച്ചാൽ എക്സ്ട്രീം സ്പൂൺ ഫീഡിങ് ആയി പോകും. ഇപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ സിനിമ കണ്ട് അതിനെക്കുറിച്ച് ചർച്ചയും ചർച്ചയാവും. ഇതിനെക്കുറിച്ചിട്ട് അവരുടെ പ്രേക്ഷകന് ചിന്തിക്കാൻ വിട്ടുകൊടുക്കുന്നിടത്താണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓപ്പൺ എൻഡിങ് ചില സമയത്ത് റിസ്ക് ആണ്. ഇതിൽ ഓപ്പൺ എൻഡിങ് അല്ല, ഞാൻ ക്ലിയർ ആയിട്ട്
എങ്ങനെയാണ് ഇവള് മരിക്കുന്നത്, എന്താണ് എന്നുള്ള. ഇപ്പൊ ഇവള് ലിപ് ലോക്ക് ചെയ്തിട്ട് മരിച്ചു എന്നാണ് ഒരു 60% ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്നത്. ലിപ് ലോക്ക് ചെയ്തിട്ടല്ല ഇവള് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവനും മരിക്കട്ടെ. അങ്ങനെയാണ് രണ്ടുപേരും മരിക്കണ്ടേ. അപ്പൊ അതെങ്ങനെ എന്നുള്ള കാര്യങ്ങളും എല്ലാമാണ് ഇപ്പൊ യൂട്യൂബിന്റെ ഇടയിൽ കമന്റ്. അവിടെയൊക്കെ ഒരു സസ്പെൻസ് ഇട്ടിരിക്കുകയാണല്ലേ. സസ്പെൻസ് എല്ലാം കാണിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഞാനിപ്പോ ആ സിനിമയുടെ തുടക്കം മുതൽ എന്റെ മിഡിൽ ഫിംഗറിൽ ഒരു ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. തുടക്കം മുതൽ കാണാം ആ മിഡിൽ ഫിംഗർ വെച്ചിട്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. ലാസ്റ്റ് ഷോട്ടിൽ ആ മിഡിൽ ഫിംഗർ സ്കേറ്റിന്റെ അവിടെ വെക്കുന്നുണ്ട്. ബാക്കി ഊഹിച്ചോ എങ്ങനെയാ മരിച്ചത്. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ ഇവനിത് എന്നോട് ആദ്യം അപ്പം മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ല അത് എനിക്കിതാണ് കൊന്നു, അത് ആര് കൊന്നു, എന്തിനു കൊന്നു എന്നുള്ളത് അറിയുന്നു. അതറിയാൻ വേണ്ടി അത്രയും ടൈം എടുക്കുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ആ ഫിംഗറിന്റെ ഡീറ്റെയിലിംഗ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്താന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പൊ 180 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ മരിക്കുമ്പോൾ ഇപ്പൊ ബ്രെയിൻ സെൽസ് ഡെഡ് ആവുന്ന ടൈമാണ് 180 സെക്കൻഡ് എന്ന് പറഞ്ഞ സെക്കൻഡ്. ആ ടൈമിൽ ഒരാൾ ജീവിച്ച എല്ലാ കാലഘട്ടവും ഒന്നും ഇങ്ങനെ കടന്നു പോകും എന്നുള്ളതാണ് തിയറി. സത്യമാണെന്ന് അറിയില്ല, അതാണ് എന്റെ ഒരു തിയറി. അപ്പൊ ബേസിക്കലി ഇങ്ങനെ ഒരു ക്യാരക്ടർ മരിക്കണം, അപ്പൊ അവള് ഒരു പീക്ക് ഇമോഷനിൽ ഇരിക്കുമ്പോൾ ആയിരിക്കണം മരിക്കേണ്ടത് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ഓർഗാസം പീരീഡിൽ അങ്ങനെ ഒരു മരണം കൊടുത്താൽ എന്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു സാധനം ഇട്ടത്. ആൻഡ് അത് മനസ്സിലായവർക്ക് ഒരുപാട് എന്നെ വിളിച്ചിട്ട് എന്ത് ചിന്തയാണ് അത് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നവരുണ്ട്, ബ്രില്യന്റ് എന്ന് പറയുന്നവരുണ്ട്, ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നവരുണ്ട്. ബിക്കോസ് ഇവനിത് ഫസ്റ്റ് എന്നോട് പറഞ്ഞപ്പോ ഞാനിത് ഇതിന്റെ ഫൈനൽ ഇങ്ങനെയാണ് മരിക്കുക, അതായത് ഈ പറഞ്ഞ പോലത്തെ ഒരു രീതിയിലാണ് മരിക്കുന്നതെന്നല്ല, മരിക്കുന്നു എന്നുള്ള രീതിയിലാണ്, മെത്തേഡ് ആയിട്ടില്ല. ഓക്കെ, when he first said, I was thinking as Arathi, like എന്തൊരു ക്രൂവൽ ഡെത്ത് ആണ്. അതായത് ഇത്രയും സ്നേഹിക്കുന്ന ഒരാള് എക്സ്ട്രീം ലവ്, എക്സ്ട്രീം ഇമോഷനിൽ കൊണ്ടുപോയിട്ട് കില്ലിങ് ഹർ ഫോർ വാട്ട് എവർ ഹിസ് പർപ്പസ് ഓർ ഇന്റൻഷൻ. അത് ബാക്ക് സ്റ്റോറിയിലുള്ളത് നമ്മൾ സിനിമയിൽ കാണിക്കുന്നില്ല, പക്ഷെ ഹീസ് കില്ലിങ് ഹർ അല്ലെ. എത്ര അപ്പൊ ഞാൻ എന്ത് ദ്രോഹമാണ്, നീ എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് ഈ ടോം എന്ന് എന്റെ മനസ്സിൽ നേരെ പോവാം. വൃത്തികെട്ട മനുഷ്യൻ ടോം, അയ്യോ ഇതായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റിലാ ഡയലോഗ് സുഖത്തിൽ അവളൊന്ന് ഉറങ്ങി എന്നാണ്. ക്ലിയർ ആണ്. പിന്നെ ഞാനിങ്ങനെ കൈ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന ഷോട്ടും ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതെങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു ഷോട്ടൊക്കെ വെക്കാമായിരുന്നു, പക്ഷെ അത് അതിന്റെ ആവശ്യമില്ല. അത് ഭയങ്കര സ്പൂൺ ഫീഡിങ് ആയി പോകും. സൈനൈഡ് എങ്ങനെ കഴിച്ചാൽ മാത്രമല്ല എങ്ങനെ പോയാലും ആള് മരിച്ചു. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ സൈനൈഡ് ആയി കഴിഞ്ഞാല് എന്റെ നഖത്തിനുള്ളിൽ പോയാൽ മരിക്കാം. അതാണ് അവിടെ ബാൻഡേജ്. And we also check with doctor if it is possible. If it is happen, if it's a vaginal thing is happening, is it possible? Yes, any opening, cyanide goes in, they will die. But nobody has thought like that except for Jittu to kill someone like that. അതെ, എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് ഈ ഒരു സാധനം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ മനസ്സിലാവാൻ വേണ്ടി ഇന്റർവ്യൂ എടുത്ത പോലെ ആയോ. ഇല്ല, അത് കുറച്ച് ട്രിക്കിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ആലോചിച്ച കിട്ടുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഇപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് പറയാം, റിപ്പീറ്റ് വാച്ചിൽ അത് കിട്ടും. രണ്ടാമത്തെ വാച്ചിൽ അത് ക്ലിയർ ആണ്. ആദ്യത്തെ വാച്ചിൽ നമ്മൾ ആ കാരണം തേടിപ്പോവും, വിരല് ശ്രദ്ധിക്കണം എന്നില്ല. പക്ഷെ സെക്കൻഡ് വാച്ചിൽ ഡെഫിനറ്റ്ലി ആ ഫിംഗർ നോട്ടീസ് ചെയ്യും. ഷുവർ. ഞാൻ വിചാരിച്ചെന്താന്ന് അറിയാം, അല്ലാണ്ട് സൈനൈഡ് കൊടുത്തു എന്നുള്ളതാണ്. എങ്ങനെ കൊടുത്തു അത് മറ്റേതുപോലെ തന്നെ ബാക്ക് സ്റ്റോറിയിൽ കുറെ പേര് ഇത് വിളിച്ചിങ്ങനെ ചോദിക്കുക അതെങ്ങനെയാണ് നീ കൊന്നത്. അപ്പൊ നമുക്ക് വളരെ ഫാമിലിയിലേക്കുള്ള 50-55 വയസ്സുള്ളവരൊക്കെ വിളിച്ചു നോക്കി എനിക്കിത് പറയാനപ്പോ ഞാൻ കൈ നോക്കൂ, കയ്യിലൊരു ബാൻഡേജ് ഉണ്ട്, പിന്നെ തൊട നോക്കൂ. പറയാൻ പറയില്ല, കൈ നോക്കൂ. സിനിമ ഒന്നുകൂടി കാണും, ആ പേരിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് കാണും എന്ന് പറയും. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ കുറെ ആൾക്കാർക്ക് മനസ്സിലാന്ന് പറഞ്ഞപ്പോ ഞാൻ ഞാനൊന്നും സ്പൂൺ വേണ്ട മനസ്സിലാക്കി പറ്റിയ ഞാനൊന്നും പറയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ക്രിയേറ്റീവ് ഫ്രീഡം, ലൈക്ക് ദാറ്റ്സ് വാട്ട് ഹൗ ഹി വാണ്ട്സ് ടു I mean communicate to the audience. There are people who have understood also, correct ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ചെറിയൊരു പോയിന്റ് ആ ഒരു സാധനമേ മാറ്റി ക്രിഞ്ചിലേക്ക് എത്തും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൈ കാണിച്ച് ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ വധിച്ചു പോകാൻ സീൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാതെ ഒരു ഓപ്പൺ എൻഡിങ് ആയിട്ട് തന്നെ പ്രേക്ഷകനെ വിട്ടു കൊടുത്തത്. ഈവൻ കൈ ഇവിടെ വെക്കുന്നതാണെങ്കിലും he didn't take it too further, അല്ലേ? So he was making sure like I am also feeling comfortable about the whole, like when it comes out also. വേണമെങ്കിൽ അത് കുറെ കൂടി he could have done something around that area, but we didn't do. It was not necessary, അല്ലേ? ഉറപ്പായിട്ടും ഇവര് റിയൽ ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർ 100% അവർ ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഞാനിപ്പോ പറയണം ഓക്കെ എങ്ങനെയെന്ന് പറയും, അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ഇതിൽ മതി, ക്ലിയർ ആണ്.
ഫീച്ചർ ഫിലിമും ഈ ഒരു ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ജോണർ തന്നെ ആയിരിക്കുമോ വരുന്നത്? ഒരു ഹൊററാണ്. ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മിസ്റ്ററി ത്രില്ലറാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നല്ല അടിപൊളിയായി വരട്ടെ. ഐ മീൻ ഇതിന്റെ കഥ പ്രോപ്പറായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നത് ഓക്കെ, അപ്പം ഞങ്ങൾ ഒന്ന് കഥ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇന്റർവ്യൂ കൊണ്ട് എനിക്കത് മനസ്സിലായി, നേരിട്ട് കണ്ടതുകൊണ്ടൊക്കെ അത് മനസ്സിലായി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇപ്പം എല്ലാവരുടെയും സിനിമാ മോഹങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. സിനിമാ പ്രാന്തനിലൂടെ തന്നെ നമുക്ക് വീണ്ടും അടുത്ത വർക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.